ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഒക്കെ ഇടയിൽ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു സംഭാഷണ ശൈലിയാണ്, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിലുള്ളവരെ തന്നെ പ്രയാസപ്പെടുന്നവരും ദുരിതം അനുഭവിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കാം, എല്ലാം ശരിയാകും. എന്നാൽ ചെറിയൊരു സഹായം പോലും ചെയ്തു കൊടുക്കാറുമില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരെ കണ്ട് അല്പം പരിഹാസത്തോടെയാണ് യാക്കോബ് ഒരു ലേഖനം എഴുതുന്നുണ്ട്. യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പെടുകയും ചെയ്യുവിനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്കൊക്കെ കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? സത്പ്രവൃത്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതിയ ഒരു ലേഖനമാണ് ഇത്. അതിൻ്റെ അവസാനം ഇങ്ങനെയാണ് യാക്കോബ് പറയുന്നത്: പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് എന്ന് പറയുന്നുണ്ട്. കോവിഡിന് മുമ്പുള്ള ഒരു ജൂൺ മാസം സ്കൂളൊക്കെ തുറക്കുന്ന സമയം 2017 18 എന്ന് വ്യക്തമായിട്ട് ഓർമ്മയില്ല. നഗരത്തിലെ തിരക്കേറിയ ഒരു നഗരത്തിൻ്റെ ഫുട്പാത്ത്, റോഡിൻ്റെ സൈഡിലുള്ള ഒരു ഫുട്പാത്തിൽ കുറേയേറെ വഴിയോര കച്ചവടക്കാരിപ്പുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു കുട നന്നാക്കുന്ന ആൾ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിമഗ്നനായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു അമ്മയും കുഞ്ഞും കൂടെ വരിക. അമ്മയ്ക്ക് ഒരു 10-35 വയസ്സ് കാണും, മോന് ഒരു 5-6 വയസ്സ് കാണും. അവർ ചാറ്റ മഴയൊക്കെ ഉണ്ട്. ഇങ്ങനെ വന്നിട്ട് ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ചുറ്റും നോക്കി ഉറപ്പ് വരുത്തിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു കവറെടുത്ത് അതിൽ നിന്നൊരു കുടയെടുത്ത് ഈ കുട നന്നാക്കുന്ന ആളിൻ്റെ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ കുട നന്നാക്കി ശരിയാക്കി തരണമെങ്കിൽ എത്ര രൂപ ചിലവാകും, എത്ര രൂപ വേണം? അപ്പോൾ ആ കുട നന്നാക്കുന്ന ആൾ ഒന്ന് കുട നിവർത്തി നോക്കി. അപ്പോൾ ആ കുടയുടെ കമ്പികളൊക്കെ ഒടിഞ്ഞതാണ്, അതിൻ്റെ പിടി പൊട്ടിയതാണ്, അതിൻ്റെ തുണിയൊക്കെ നരച്ചു തുടങ്ങിയിരിക്കുന്നു, അങ്ങും ഇങ്ങും ചെറിയ ഹോളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ആ കുട നന്നാക്കുന്ന ആൾ ആ അമ്മയോട് പറഞ്ഞു, സഹോദരി, ഈ കുട നന്നാക്കി ശരിയാക്കി എടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു കുട വാങ്ങിക്കാമെന്ന് പറഞ്ഞു. വളരെ നിരാശയോടെ ആ കുട തിരികെ വാങ്ങി അവർ മടങ്ങിപ്പോകാൻ തുടങ്ങിയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കും, ഈ 21-ാം നൂറ്റാണ്ടിലും ഇതുപോലെയൊക്കെ ജീവിതങ്ങളുണ്ടോ എന്ന്. കാരണം നമ്മളൊക്കെ ഒരു കുട, ഒരു കമ്പി ഒടിഞ്ഞാൽ തന്നെ നമ്മൾ പിന്നെ എടുക്കത്തില്ല, അതൊരു മൂലയെ ചുരുട്ടി വെക്കും, അല്ലെങ്കിൽ ആക്രിക്ക് കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെയൊക്കെ പിറന്നാളിന് 10,000, 2000 ഒക്കെ കേക്കൊക്കെ വാങ്ങിച്ച് മുറിയൊക്കെ സജ്ജീകരിച്ച് പുതിയ തുണിയൊക്കെ എടുത്ത് 5,000, 10,000, 20,000 രൂപ ചിലവാക്കും. അല്ലെങ്കിൽ നമ്മുടെ വിവാഹ വാർഷികമൊക്കെ പൊടിപൂരമാക്കി നമ്മൾ ആഘോഷിക്കും. ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നവരുടെ കാലത്താണ് ഇതുപോലത്തെയുള്ള ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമുള്ളത് നമ്മൾ ഓർക്കണം. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന ഭക്ഷണം കൊടുക്കാൻ പറ്റാതെ, മാതാപിതാക്കൾക്ക്, രോഗികളായ മാതാപിതാക്കൾക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ വിഷമിക്കുമ്പോൾ, പാൻക്രിയാസിക് ക്യാൻസറായിട്ടൊക്കെ ഉള്ളവർക്ക് ഒരു സ്കാനിങ്ങിന് പൈസ ഇല്ലാതെ വിഷമിക്കുന്നവരുടെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മളിതൊന്നും അറിയുന്നില്ല. കാരണം നമ്മളിലേക്ക് ഒതുങ്ങുകയാണ്. ഞാനും എൻ്റെ കുടുംബവും എന്ന് പറയും നമ്മളിലേക്ക് ഒതുങ്ങുമ്പോൾ ഈ ചുറ്റുപാടുമുള്ളതൊന്നും നമ്മൾ അറിയുന്നില്ല. ഈ വിഷമമുള്ളവരും പറയത്തില്ല. കാരണം ഇതാരോടെങ്കിലും പറഞ്ഞ് ആരെങ്കിലും അവരെ സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് മൊത്തം പാടിക്കൊണ്ട് നടക്കും. പിന്നെ അവരുടെ ആത്മാഭിമാനത്തിൻ്റെ ശവസംസ്കാരമായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് അവർ പറയത്തുമില്ല. പ്രിയമുള്ളവർ, ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ഒരു യുവാവ് ഈ രംഗമെല്ലാം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അല്പം പോലെ അദ്ദേഹം ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഉണ്ട്. ഇതെല്ലാം കണ്ട് മനസ്സിലിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയുകയാണ്, എടി, നീ പോയി അമ്മോട് ചോദിക്കുക, ഒരു കുട വാങ്ങിച്ചു തന്നാൽ സ്വീകരിക്കുമെന്ന്. അപ്പോൾ ഈ ഭാര്യ അവരുടെ അടുത്ത് പോയി, ചേച്ചി സ്നേഹത്തോടെ പറയുവാണ്, ദേഷ്യപ്പെടരുത്, ഒരു കുട വാങ്ങിച്ചു തന്നാൽ സ്വീകരിക്കുമെന്ന്. അതിനൊരു മറുപടി എന്ന് പറയുന്നത് പൊട്ടിയൊരു കരച്ചിലായിരുന്നു. പിന്നെ വിവരങ്ങളൊക്കെ ആരാഞ്ഞപ്പോൾ അവർ വളരെ പരിതാപമായ അവസ്ഥയിലൊരു കുടുംബമാണ്. അവിടെ യുവാവ് ചെയ്തതെന്താണെന്ന് അറിയാം. ഒരു കുടയല്ല വാങ്ങിച്ചു കൊടുത്തത്, ഒരു പുസ്തകം മാത്രമല്ല വാങ്ങിച്ചു കൊടുത്തത്, കുറേയേറെ പുസ്തകങ്ങൾ. ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം മൊത്തം
ഏറ്റെടുക്കുന്ന രീതിയിൽ അതിൻ്റെ ചിലവ് മൊത്തം വഹിക്കുന്ന രീതിയിൽ അവനോട് ഇടപെടുകയാണ്. പ്രിയമുള്ളവരെ, ഈ യുവാവിനെ പോലെ മനസ്സലിവുള്ളവർ ആകുവാൻ നമുക്ക് കഴിയുമോ? നമുക്ക് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ഇടവകയിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇതുപോലുള്ള ആൾക്കാരുള്ളപ്പം അവരെ മൊത്തത്തിൽ നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കില്ല. ഒറ്റയ്ക്ക് നമുക്ക് അവരെ സംരക്ഷിക്കുവാനും പറ്റത്തില്ല. എന്നാൽ പലരായി അവരുടെ ഓരോ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുമ്പോൾ, ഓരോ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം പൂർണ്ണമാകും, അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമാകും. പക്ഷേ ഒരു കാര്യം മാത്രം 3 പേർ മാത്രമേ അറിയാവൂ. ചെയ്തു കൊടുക്കുന്ന നിങ്ങളും നിങ്ങളുടെ സഹായം സ്വീകരിക്കുന്ന ആളും ദൈവവുമല്ലാതെ മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആത്മാഭിമാനത്തിൻ്റെ ശവസംസ്കാരമായിരിക്കും ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ പല ആൾക്കാരും വിഷമത്തിലുണ്ടായിരിക്കും, നമ്മുടെ ഇടവകയിൽ തന്നെ പല ആൾക്കാരുണ്ടായിരിക്കും. അവരെയൊക്കെ നമ്മുടെ സന്തോഷത്തിലേക്ക് പങ്കുചേർക്കുവാനും അവരൊന്നിച്ച് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനും ഉള്ള ഒരു അവസരം ഒരുക്കുമ്പോഴും ദൈവം നമ്മെ തീർച്ചയായും അനുഗ്രഹിക്കും. യാതൊരു സംശയമില്ല. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.